ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ VK. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യെസ്, അവർ മോഡൽ എക്സാംസ്. നാളെയാണ് ബിസിനസ് സ്റ്റഡീസിൻ്റെ മോഡൽ എക്സാംസ് എന്ന് പറയുന്നത്. സോ നാളത്തെ എക്സാമിന് ഏറ്റവും പ്രിയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പലർക്കും ഉണ്ടായിരിക്കുന്ന ഒരു സംശയമായിരിക്കും, സാർ ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പോരാ, ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ അതിൽ ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ടതും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഡു യു മീൻ ബൈ ദ ടേം ബിസിനസ് റിസ്ക്? എന്താണ് ബിസിനസ് റിസ്ക് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സോ ഈ ഒരു ചോദ്യം നിങ്ങൾക്കൊരു 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട് ഇവിടെ. എന്താണ്? ദ 4 കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. അതായത് ബിസിനസ് റിസ്ക് ഉണ്ടാവാനുള്ള 4 കോസസ് ഉണ്ട്. ആ കോസസും കൂടി നിങ്ങൾ എന്താക്കണം, ബ്രീഫായിട്ട് ഏതൊക്കെ കോസസ് ആണ് അതിന് എക്സാമ്പിളും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ഹാഫ് പേജ് അല്ലെ, ഒരു പേജിൻ്റെ ഒരു ഹാഫ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഈ ആൻസർ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എ കമ്പനി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഹാവിങ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സിൽ. ഇതെല്ലാം ജോൺ സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നതാണ്. പക്ഷേ ചോദ്യം ഇതാണ്, ലിസ്റ്റ് ഔട്ട് ഇനി 2 മെറിറ്റ്സ് ആൻഡ് 2 ഡീമെറിറ്റ്സ് ഓഫ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും 2 മെറിറ്റ്സും ഏതെങ്കിലും 2 ഡീമെറിറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്യൂ. ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ടെന്നില്ലേ, എന്താണ്? പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ബോക്സ് ആക്കി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ പ്രൈവറ്റ് കമ്പനി എന്നെഴുതുക, ഇവിടെ പബ്ലിക് കമ്പനി എന്നെഴുതുക. ഓക്കെ, ഇങ്ങനെ ഒരു 4 പോയിന്റ് നിങ്ങൾ എന്താക്കുക, ആ ഡിഫറൻസ് ആക്കിയിട്ട് പ്രൈവറ്റ് കമ്പനിയുടെയും പബ്ലിക് കമ്പനി ഡിഫറൻസ് ആക്കി എഴുതി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊരു essay ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം തന്നെയാണ് നമ്മളെ ജോൺ സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ who joined together with the motive of welfare of the members. വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ് അല്ലെങ്കിൽ സർവീസ് മോട്ടീവ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ കത്തണം, എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഐഡന്റിഫൈ ദ ഫോം ഓഫ് ഓർഗനൈസേഷൻ റെഫേർഡ് എബവ് എന്ന് പറയുന്നുണ്ട്. സോ അത് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 1 മാർക്കിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ആൻസർ എഴുതുക. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്പ്ലെയിൻ 3 ഫീച്ചേഴ്സ് ആൻഡ് 4 മെറിറ്റ്സ് ഓഫ് ദി ഫോം ഓഫ് ബിസിനസ്. അപ്പോൾ അതായത് നിങ്ങൾ 3 ഫീച്ചേഴ്സ് എഴുതണം, 4 എന്ത് എഴുതണം, 4 മെറിറ്റ്സും നിങ്ങൾ അവിടെ നോട്ട് ചെയ്യണം. കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ആ 4 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ നിങ്ങൾക്ക് 7 മാർക്സ് അവിടെ കിട്ടി. അങ്ങനെ ഒരു 8 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ഫോമിന് ചോദിച്ചിട്ടുള്ളത്. സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, നെയിം ദ ഫോം ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് എൻ ഓട്ടോണമസ് യൂണിറ്റ് ബൈ എൻ ആക്ട് ഓഫ് പാർലമെന്റ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആ പാർലമെന്റിന്റെയോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയോ ഏതെങ്കിലും പ്രത്യേക നിയമപ്രകാരമാണ് ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എനി 4 ഫീച്ചേഴ്സ് ഓഫ് സച്ച് ഓർഗനൈസേഷൻ, ഏതെങ്കിലും 4 ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 4 മാർക്കിനായിരിക്കും ഈ ഒരു രീതിയിൽ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ 5ാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ് ഇൻഷുറൻസ്. അതായത് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇൻഷുറൻസിൻ്റെ മീനിങ് ആദ്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ 7 പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട്. 7 പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട്. ആ 7 പ്രിൻസിപ്പിൾസും കൃത്യമായിട്ട് ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഓരോന്നും എടുത്ത് എഴുതുക. എപ്പോഴും essay എഴുതുന്ന സമയത്ത് ഒരു 1.5 പേജിലാണ് നിങ്ങൾ ആൻസർ പ്രസൻറ്റ് ചെയ്ത് 8 മാർക്കിൻ്റെ ചോദ്യമാണ് എന്നുണ്ടെങ്കിൽ ഒരു 1.5 പേജിലായിരിക്കണം നിങ്ങൾ ആൻസർ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുത്ത ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. അതായത് നമുക്കറിയാം എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. സോ ഇതിൽ മാച്ച് ദ ഫോളോയിങ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക, മിൽക്ക ബേക്കറി ഓർഡേർഡ് 1000 പാക്കറ്റ്സ് ഓഫ് ബ്രെഡ് ഫ്രം വിമല ബ്രെഡ് കമ്പനി. അപ്പോൾ 2 കമ്പനീസ് തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ നടക്കുന്നത്. സോ B2B ആയിരിക്കും അല്ലേ. സോ ദാറ്റ് ഈസ് B2B ആയിരിക്കും. നെക്സ്റ്റ് വൺ, മാനേജർ ഓഫ് മിൽക്ക ബേക്കറി ബോട്ട് എ മൊബൈൽ ത്രൂ ഫ്ലിപ്കാർട്ട്. എന്താണ്? B2C ആണ് അല്ലേ, ബിസിനസ് ടു കസ്റ്റമർ ആണ് അല്ലേ. ഇനി മിൽക്ക ബേക്കറി പേസ് ദെയർ എംപ്ലോയീസ് സാലറി ത്രൂ ബാങ്ക് അക്കൗണ്ട്സ്. എന്താണ്? B2E ആണ്, ബിസിനസ് ടു എംപ്ലോയീസ് ആണ്. റെഡി. ഇനി ലാസ്റ്റ് വൺ, മിൽക്ക ബേക്കറി പെയ്ഡ് ദെയർ ടാക്സസ് ഓൺലൈൻ. B2G ആണ്, ബിസിനസ് ടു ഗവൺമെൻറ് ആണ്. ക്ലിയർ ആണോ?
സോ ഇതിൽ രീതിയിലുള്ള സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഷോർട്ട് എസ്സി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് പാരാഗ്രാഫ് ക്വസ്റ്റൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അത് മിസ്സാക്കരുത്, ആ ഭാഗം നോക്കിക്കൊള്ളണം കേട്ടോ. ഇനി 7ാമത്തെ ചോദ്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ആ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ക്ലോസസ് ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ ഈ രീതിയിലൊരു മോഡൽ എക്സാംസിന് ആ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ചോദിക്കുക. സർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താക്കണം, ഇതേപോലെ ഒരു ബോക്സിൽ വരച്ചിട്ട് MOA അല്ലെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എഴുതിയിട്ട് എന്താക്കണം, ഒരു 4 മാർക്കിനാണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ എന്താക്കുക, ഒരു 4 പോയിന്റ് എന്താക്കുക ഡിഫറൻസ് ആക്കി എഴുതുക. മിനിമം 4 പോയിന്റ് എഴുതുക. ഒരു 5 മാർക്കിനാണ് നിങ്ങൾ ഒരു 5 പോയിന്റ്, ഒരു 6 പോയിന്റ് എഴുതുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ വേരിയസ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് അവൈലബിൾ ഫോർ ജോൺ സ്റ്റോക്ക് കമ്പനീസ് ഇൻ അവർ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്തിലുള്ള ജോൺ സ്റ്റോക്ക് കമ്പനീസിന് അവൈലബിൾ ആയിട്ടുള്ള എക്സ്റ്റേണൽ സോഴ്സുകൾ ഏതൊക്കെയാണ്? നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന ചാപ്റ്ററിൽ. അവിടെ നമ്മൾ ഇന്റേണൽ സോഴ്സ്, എക്സ്റ്റേണൽ സോഴ്സ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എക്സ്റ്റേണൽ സോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ എക്സ്റ്റേണൽ സോഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കാം? ലൈക്ക് പ്രിഫറൻസ് ഷെയർ അല്ലേ, ഫാക്ടറിങ് അല്ലേ, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ്, ട്രേഡ് ക്രെഡിറ്റ് TC എന്ന് എഴുതുന്നു. ഓക്കെ, ലീസ് ഫിനാൻസിങ്. സോ ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സസിനെ കുറിച്ച് നിങ്ങൾ ഓരോ എക്സ്റ്റേണൽ ഫോഴ്സിനെ കുറിച്ചും കൃത്യമായിട്ട് എന്താക്കണം, ഒരു ഷോർട്ട് പാര ആയിട്ട് ഒരു 7ഓളം എക്സ്റ്റേണൽ സോഴ്സസിനെ കുറിച്ച് നിങ്ങൾ നിർബന്ധമായിട്ട് എന്താക്കണം, എഴുതണം. ഇനിയിപ്പോൾ 8 മാർക്കിനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ 8 സോഴ്സസിനെ കുറിച്ച് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ 9ാമത്തെ ചോദ്യത്തിലോട്ട് വരുന്നു. വാട്ട് ഈസ് ഹോൾസെയിൽ ട്രേഡ്? എല്ലാവർക്കും ഹോൾസെയിൽ ട്രേഡ് എന്താണെന്ന് അറിയുമായിരിക്കും. സോ അതിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താക്കുക, നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കാം. ഇനി അടുത്ത ചോദ്യം ഇതാണ്, റൈറ്റ് എനി 6 സർവീസസ് ദാറ്റ് ആർ റെൻഡഡ് ബൈ ഹോൾസെയിൽ ട്രേഡേഴ്സ് ടു മാനുഫാക്ചേഴ്സ്. ഹോൾസെയിലേഴ്സ് മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് റെൻഡർ ചെയ്യുന്ന സർവീസുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇന്റേണൽ ട്രേഡ് എന്ന ചാപ്റ്ററിൽ ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ, ടൈപ്പ് ഓഫ് റീറ്റെയിലേഴ്സ് ഉണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു essay ടൈപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എന്താണ്, ഹോൾസെയിലേഴ്സ് മാനുഫാക്ചേഴ്സിനും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനും റെൻഡർ ഏതൊക്കെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതൊരു essay ടൈപ്പ് ചോദിക്കാൻ അല്ലെ, essay ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ഷോർട്ട് essay, ഒരു 5 മാർക്സിൻ്റെ ചോദ്യമായിട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഇന്റർനാഷണൽ ബിസിനസ്? നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്താണ് ഇന്റർനാഷണൽ ബിസിനസ്? അതോടൊപ്പം തന്നെ ബ്രിങ് ഔട്ട് എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ബിസിനസ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സോ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആൻസർ എഴുതുന്ന സമയത്ത് ആദ്യം A ക്വസ്റ്റൻ ആൻസർ എഴുതുക, ദെൻ B ക്വസ്റ്റൻ ആൻസർ എഴുതുക. ഡിഫറൻസ് ആണ് ചോദിച്ചുള്ളത്. സോ നിങ്ങൾ എന്താക്കുക, ഒരു ബോക്സ് ആക്കി പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ബിസിനസ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്. ഓക്കെ, അപ്പോൾ ഈ 10 ടോപ്പ് പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുകൂടാതെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇന്ന് നമ്മുടെ മാരത്തോൺ ഡിസ്കസ് ചെയ്യും. സോ എല്ലാവരും കൃത്യം സമയത്ത് 7 മണിക്ക് തന്നെ നമ്മൾ മാരത്തോൺ ക്ലാസ്സിൽ എത്തുക. അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് റിവൈസ് ചെയ്യാം. ഏത് കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ആ മാരത്തോൺ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും കൃത്യസമയത്ത് 7 മണിക്ക് തന്നെ മാരത്തോണിലേക്ക് എത്തുക. സോ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് കിട്ടട്ടെ, നല്ല സ്കോർ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ വിക്രം സാൻ ലേണിംഗ്. ബൈ ബൈ ഗൈസ്.